വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായം 1 മുതൽ 8 വരെ. മടുത്തു പോകാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞു. ഒരു പട്ടണത്തിൽ ദൈവത്തെ ഭയപ്പെടാതെയും മനുഷ്യരെ മാനിക്കാതെയും ഇരുന്ന ഒരു ന്യായാധിപനുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ എൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയിൽ നിന്ന് എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിച്ചു. കുറേ കാലത്തേക്ക് അവനത് ഗവനിച്ചില്ല. പിന്നീട് അവൻ വിചാരിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടാതെയും മനുഷ്യരെ മാനിക്കാതെയും ഇരിക്കുന്നവനെങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഇവൾ വന്ന് എപ്പോഴും എന്നെ ഉപദ്രവിക്കാതിരിക്കുവാൻ ഇവൾക്ക് വേണ്ടി നീതി നടത്താം. കർത്താവ് അരുൾ ചെയ്തു, നീതിയില്ലാത്ത ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയും അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്താതെ ഇരിക്കുമോ? അവൻ കാലഗണമം വരുത്തുമോ? അവൻ വേഗത്തിൽ അവർക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശുദ്ധ മത്തായി 18:18-20 വരെ. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ രണ്ടുപേർ ഏതൊരു കാര്യത്തെക്കുറിച്ചും യാചിക്കുവാൻ ഭൂമിയിൽ ഏകമനസ്സുള്ളവരായാൽ സ്വർഗസ്വനായ എൻ്റെ പിതാവിൽ നിന്ന് അത് അവർക്ക് ലഭിക്കും. എന്നാൽ എൻ്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടിയാലും അവിടെ അവരുടെ ഇടയിൽ ഞാനുണ്ട് എന്ന് താനല്ലേ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ഇരിക്കാം. വലിയ നോമ്പിലെ 2-ാം വ്യാഴാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗം വായിച്ചിരിക്കുന്നു. വായിച്ചു കേട്ടായ വേദഭാഗങ്ങളെല്ലാം കൂടെ നമുക്ക് ഒരുമനപ്പെടുവാനും പ്രാർത്ഥനയ്ക്ക് മറുപടി വാങ്ങിക്കുവാനുമുള്ള വേദിയായി ഈ നോമ്പിൻ്റെ 2-ാമത്തെ വ്യാഴാഴ്ച ദിവസം ഈ ദേവാലയത്തെ നമുക്ക് ഒരുക്കി തരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നോമ്പിൻ്റെ 2-ാം വ്യാഴാഴ്ച കർത്താവിൻ്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടിയാലും അവിടെ അവരുടെ ഇടയിൽ ഉള്ള ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? വായിച്ചു കേൾക്കുന്ന തിരുവചനങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജ്വലിപ്പിക്കാൻ ഉതകുന്നെങ്കിൽ അത് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാനുള്ള വേദിയായി നമ്മളെ രൂപാന്തരപ്പെടുത്തും. യാചിക്കുവാൻ ഭൂമിയിൽ ഏകമനസ്സുള്ളവരാകുന്നതിന് എന്താണ് തടസ്സം? ഈ ഭൂമിയിൽ നമുക്ക് അനുദിന ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകണമെന്നില്ല. എല്ലാവരുടെയും ചിന്താഗതി ഒന്നാകണമെന്നില്ല. പലരും പല മനസാക്ഷിയുള്ളവർ, ചിന്താഗതിക്കാർ, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഒരു സംഭവത്തെ പലരും പല വിധത്തിലാണ് കാണുന്നത്. എന്നാൽ നമ്മൾ ക്ഷമയോടെ നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി സാക്ഷിക്കുമ്പോൾ ഒരുമനപ്പെട്ട് അവരെയും ആത്മാവിലാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം ഇന്ന് വായിച്ചതായ അപ്പോസ്തല പ്രവൃത്തികളിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിലെ പെന്തിക്കോസ്തി പെരുന്നാൾ സംബന്ധിച്ച 120 പേർ സഭയുടെ ആദ്യഘട്ടത്തിൽ ആത്മാവിനനുസരിച്ച് വേല ചെയ്തപ്പോൾ അനേക യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ച ക്രിസ്ത്യാനികളായി. എന്നാൽ അന്യജാതിക്കാരായിരുന്നവർക്ക് ക്രിസ്ത്യാനിയാകാൻ കഴിയുമോ എന്നുള്ള കാര്യം യഹൂദന്മാർക്ക് അറിഞ്ഞുകൂടായിരുന്നു. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വചനം കേൾക്കാനും അതനുസരിക്കുവാനും സഭയോട് ചേരുവാനുള്ള അവകാശമുണ്ട്, സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കുവാൻ വേണ്ടി പത്രോസ് ശ്ലീഹായ്ക്ക് ചില ദർശനങ്ങളും ചില വെളിപ്പാടുകളും കിട്ടി നടന്നൊരു സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്.
നമ്മുടെ ഈ വായനകൾ, ഈ പ്രാർത്ഥനകൾ ഈ ഭൂമിയിലേക്ക് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തു ഓരോ മനുഷ്യ ഹൃദയങ്ങളിൽ എങ്ങനെയെല്ലാമാണ് പ്രവർത്തിച്ചത്, അത് ആത്മനിറവിലേക്ക് അവരെ എങ്ങനെ ആനയിച്ചു എന്നുള്ളത് പത്രോസ് സാക്ഷിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്നാണ് പറയുന്നത്. നമ്മളിന്ന് വായിച്ചു കേട്ടത് അപ്പോസ്തല പ്രവൃത്തി 10:34-48 വരെയാണ്. അപ്പോസ്തല പ്രവൃത്തി 10:34-43 വരെയുള്ള ഭാഗം കർത്താവിൻ്റെ ജീവചരിത്രം ചുരുക്കി പറയുകയായിരുന്നു. കർത്താവ് എന്ത് ചെയ്തു, കർത്താവ് എങ്ങനെ മരിച്ചു, എങ്ങനെ ഉയർത്തെഴുന്നേറ്റു, എങ്ങനെ ഈ ശിഷ്യന്മാരെ ആത്മനിറവുള്ളവരാക്കി, ഈ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ഇവരെങ്ങനെ രൂപാന്തരപ്പെട്ടു. ഈ കാര്യം കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു അക്രൈസ്തവന്, ഒരു പ്രജാതിക്കാരൻ കേട്ടപ്പോൾ അവൻ്റെ വീട്ടിൽ കൂടിയിരുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 43-ാം വാക്യത്തിൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാർ സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും പ്രവാചകന്മാർ പ്രവചിച്ചതിന് നിവൃത്തിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വാക്കുകൾ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. നമ്മൾ എത്ര നാളായി വചനം കേൾവി തുടങ്ങിയിട്ട്? വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടോ? പത്രോസ് ദൈവനിയോഗപ്രകാരം കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്നവിടെ ഒരുങ്ങി കാത്തിരുന്ന ജനങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ വാക്കുകൾ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്നാണ്. അതൊക്കെ അതിശയമായി തോന്നി. ഇപ്പോൾ വചന കേൾവി, വചന വായന, വചന ധ്യാനം ഇവ ആത്മാവിനെ പ്രാപിക്കുവാനും ആത്മാവിനെ ജ്വലിപ്പിക്കുവാനും അത് നമ്മളെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാനും സഹായിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പത്രോസിനോട് വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകരുന്നത് കണ്ടു വിസ്മയിച്ചു. നമുക്കങ്ങനെ വിസ്മയിക്കുവാനുള്ള ഒരു അവസരമല്ല ലഭിച്ചിട്ടുണ്ടോ? നമ്മൾ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നതും ജ്വലിക്കുന്നതും ആത്മഫലങ്ങൾ വിളയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ? അവർ അന്യഭാഷയുടെ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും കേൾക്കുകയാൽ തന്നെ അവർ ആശ്ചര്യം ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെ ആത്മാവിനെ പ്രാപിപ്പാനും ആത്മ അഭിഷേകത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുവാനും ഇടയായപ്പോൾ 47-ാം വാക്യത്തിൽ പത്രോസ്ലീഹ പറയുകയാണ്, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം ഏൽക്കാതിരിക്കുവാൻ തക്ക വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് അവർക്ക് സ്നാനം കൊടുക്കുന്നതായിട്ട് കണ്ടു. പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസങ്ങൾ അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. അവിടെ താമസിക്കുകയും ചെയ്തു. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് ഒരു ധ്യാനമന്ദിരം ഉണ്ടാക്കി ആ ദേശത്തുള്ള ധ്യാനത്തിൽ കൂടി അനേകം വചനം കേൾക്കുവാനും വിശ്വസിക്കുവാനും ഉള്ള അവസരം ലഭിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ നോമ്പെടുത്തിട്ട് എല്ലാ ദിവസവും വേദോത്സവം വായിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ധ്യാനിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ഉള്ളവർക്ക് ആത്മാവിൽ നിറയുവാനും ആത്മഫലങ്ങളുടെ ലക്ഷണം കാണിക്കുവാനും സാധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അന്ന് അവിടെ കൂടി കൊണ്ടിരുന്ന രണ്ട് കൂട്ടരുണ്ട്. യഹൂദന്മാരായ പരിച്ഛേദന ഏറ്റിട്ടുള്ള യഹൂദന്മാരായ കുറേ പേരവിടെ ഉണ്ടായിരുന്നു. പരിച്ഛേദന ഏറ്റിട്ടില്ലാത്ത കുറേ ജാതിക്കാരും അവിടെ ഉണ്ടായിരുന്നു. പരിച്ഛേദന ഏൽക്കാതെ പ്രജാതിക്കാരായിരിക്കുമ്പോൾ തന്നെ വചനം കേട്ടവർക്ക് ആത്മാവിനെ പ്രാപിച്ചപ്പോൾ ഇനി പരിച്ഛേദനയുടെ ആവശ്യമില്ല, അത് ആന്തരികമായ അനുഭവമായി മാറി. അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കൊടുത്ത് ആത്മാവിൽ കിട്ടിയിരിക്കുന്ന അഭിഷേകം വളർത്തുവാനും നിലനിർത്തുവാനും സാധിക്കുമെന്ന് പത്രോസ് തെളിയിച്ചു.
നമ്മുടെ 50 നോമ്പിലെ വചന ശുശ്രൂഷകൾ, ആരാധനകൾ, ധ്യാനങ്ങൾ മുതലായവ ഇങ്ങനെ അനേകരെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കുവാനും കൊണ്ടുവരുവാനും ഉതകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ചില പുതിയ ബോധ്യങ്ങളുണ്ടായി. പക്ഷേ ഈ ബോധ്യം മറ്റു ചിലർക്കുണ്ടാകുന്നില്ല. അത് വിമർശനത്തിനും ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഇടയാക്കി എന്നുള്ളതും സത്യം. അന്നേരം എന്ത് ചെയ്യണം? ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലും അനുഭവങ്ങളും കുറേ വ്യക്തികൾക്കുണ്ടാകുമ്പോൾ ആ അനുഭവം ഇല്ലാത്ത കുറേ പേരെ ദൂരെ കാണും. അവർക്കും അതുണ്ടാകണമെങ്കിൽ ഇത് വിവരിച്ച് അവരോട് പറയണം എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇതിനെ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 11 അധ്യായത്തിൽ ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദിയയിലെ സഹോദരന്മാരും കേട്ടു. ഇങ്ങനെ ഒരു ധ്യാന മന്ദിരത്തിലോ ഒരു പള്ളിയിലോ ഒരു വീട്ടിലോ നടക്കുന്ന സംഭവങ്ങൾ മറ്റൊരു കേൾക്കാനിടയാകും. അത് ചർച്ചാ വിഷയമാകും, അതൊരു വിവാദ വിഷയമാകാം. അന്നേരം എന്ത് ചെയ്യണം? നമ്മൾ ആത്മാവിൽ നിറയുകയാണെങ്കിൽ, ആത്മാവിൽ വേല ചെയ്യുകയാണെങ്കിൽ ഇതേ സംഭവം ഇവിടെയും നമ്മുടെ വീട്ടിലും നമ്മുടെ പള്ളിയിലൊക്കെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അന്നേരം നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ഇവിടെ പറയുന്നത്. പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവരോട് വാദിച്ചു. ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ എവിടെയും ഉണ്ടാകാം. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അതേപടി എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല, അത് തിരിച്ചറിയിക്കാൻ സാധ്യതയുണ്ട്. ആത്മനിറവുണ്ടായിരുന്ന പത്രോസിനും 1-ാം നൂറ്റാണ്ടിലെ അഭിഷേകിതരായ ആ സുവിശേഷകരുടെ ഇടയിലുണ്ടായ ഒരു പ്രശ്നമായിട്ടോ പറഞ്ഞത്. ഇങ്ങനെയുള്ള വാദപ്രതിവാദങ്ങളാണ് പലതരത്തിലുള്ള സഭകൾ, പലതരത്തിലുള്ള കൂട്ടായ്മകൾ, പലതരത്തിലുള്ള പള്ളികളെ ഉണ്ടാക്കിയത്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി വേദോത്സവത്തെ പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നവരും വേദോത്സവ സംഭവങ്ങളെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുന്നവരും പിണങ്ങുന്നവരും ഇണങ്ങുന്നവരും പിളരുന്നവരും ഒക്കെ ഒത്തിരി പേരുണ്ട്. അത് 1-ാം നൂറ്റാണ്ടിലെ തുടങ്ങിയതാണ്. പക്ഷെ പത്രോസ് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തെന്ന് നോക്കി. അപ്പോൾ ഒരു വീട്ടിൽ അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും മക്കൾക്കും ഒക്കെ അഭിപ്രായ വ്യത്യാസം വരാം. അവരാത്മാവുള്ളവരാണെങ്കിൽ പോലും എല്ലാം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അതിന് ക്ഷമയോടെ പരിശുദ്ധാത്മാവിൻ്റെ ദീർഘക്ഷമയുടെ നൽവരം പ്രയോഗിച്ച് എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കേണ്ടതെന്ന് ഇവിടെ പത്രോസ് നമുക്ക് ദൃഷ്ടാന്തം കാണിക്കുന്നു. എങ്ങനെയാണ് പത്രോസിനെ കുറിച്ച് ഉണ്ടായതായ അപവാദം? പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. നീ പരിച്ഛേദന ഏൽക്കാത്തവരുടെ അടുക്കൽ ചെന്ന് അവരോട് ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പഴയ നിയമപ്രകാരം പത്രോസിനെ അവർ ന്യായം വിധിക്കുന്നു. പുതിയ നിയമപ്രകാരമാണ് പത്രോസ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണ് ചെയ്യുന്നത്. അവർക്ക് മനസ്സിലാക്കാൻ സമയമെടുത്തു. പത്രോസ് കാര്യങ്ങൾ ക്രമമായി അവർക്ക് വിവരിച്ചു കൊടുത്തു. നമുക്കിങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ളവരുടെ സൗമ്യമായി, ക്ഷേമമായി, ശാന്തമായി കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാനുള്ള സാവകാശമുണ്ടോ? നമ്മളെക്കുറിച്ച് തെറ്റിദ്ധാരണയുള്ളവരുണ്ട്. നമുക്കെതിരായി വാദപ്രതിവാദം നടത്തുന്നവരുണ്ടാകാം. നമുക്കവരെ ക്ഷമയോടെ നേടാൻ സാധിക്കുമോ? പത്രോസിനെതിരായി വാദപ്രതിവാദങ്ങൾ നടത്തിയ യഹൂദ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് പത്രോസിനോട് നിരപ്പാകുവാനിടയായതെന്നാണ് ഇനി നമ്മൾ വായിക്കുന്നത്. പത്രോസ് ആദ്യം തൊട്ടേ കാര്യങ്ങൾ വിവരിച്ച് പറയുക. ഞാൻ എന്തുകൊണ്ട് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോയി? കൊർന്നല്യോസ് പ്രജാതിക്കാരനാണ്, അവൻ പരിച്ഛേദനയേറ്റവനല്ല, അവൻ വേറെ ജാതിക്കാരനാണ്. കൊർന്നല്യോസിനും ഈ പത്രോസിനും ദൈവം പ്രത്യേക ദർശനങ്ങളും വെളിപ്പാടുകളും കൊടുത്ത് പല ദിവസത്തെ ബന്ധപ്പാടിന് ശേഷം അവർ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചു പറഞ്ഞപ്പോഴാണ് ഈ വാദപ്രതിവാദം നടത്തിയ യഹൂദ ക്രിസ്ത്യാനിക്ക് കാര്യം മനസ്സിലായത്. ഇതുപോലെ നമ്മളെക്കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണയുണ്ടാകാം, സംശയങ്ങളുണ്ടാകാം, വിവാദങ്ങളുണ്ടാകാം, അപവാദങ്ങളുണ്ടാകാം. അന്ന് നമ്മൾ കുപിതരാകാതെ പരിശുദ്ധാത്മാവിൻ്റെ ദീർഘക്ഷമയുടെ നല്ലവരം പ്രയോഗിച്ചിട്ട്
ക്ഷമയോടെ നമ്മൾ എങ്ങനെയാണ് ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത്, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ അനുഭവങ്ങളുടെ പുറകിലെ പശ്ചാത്തലം വിവരിക്കുന്നത് ആവശ്യമാണ് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. പത്രോസ് തന്നോട് എതിർത്ത് വാദിച്ച, പത്രോസിനെ തെറ്റിദ്ധരിച്ച സഹവിശ്വാസികളെ നേടാൻ എങ്ങനെയാണ് കാര്യങ്ങൾ വിവരിച്ച് പറഞ്ഞതെന്നൂടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 11:5 മുതൽ. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ഇപ്പോൾ ദൈവം ദർശനങ്ങളിൽ കൂടെ സംസാരിച്ചാണ് പുതിയ പുതിയ ധാരണകൾ നമുക്ക് തരാൻ സാധ്യതയുള്ളത്. നമ്മൾ കണ്ടിരിക്കുന്ന ദർശനങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ദൈവം കാണിച്ച ദർശനം ഉണ്ടാകാം, പിശാച് കാണിച്ച ദർശനം വരാം, മനോവിഭ്രതിയിൽ നിന്നുണ്ടായ ദർശനങ്ങളുണ്ടാകാം, പലതരത്തിലുള്ള ദർശനം ഉണ്ടാകാം. പക്ഷേ ഏത് ആത്മാവിലാണെന്ന് നമ്മൾ വിവേചിച്ചാൽ ദൈവവും സ്വപ്നത്തിൽ കൂടെ സംസാരിക്കാറുണ്ട്, പിശാച് സംസാരിക്കും. നമ്മുടെ അടിമനത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് ദർശനമായിട്ട് ഉണർന്നു വന്നൊന്നും ഇരിക്കും. ഇതിനെല്ലാം വിവേചിക്കുകയാണെങ്കിൽ നമുക്കതിനെയും പ്രയോജനപ്പെടുത്താമെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ആകാശത്തുനിന്ന് 4 കോണുകളും കെട്ടിയതായ വലിയ വിരി പോലെയുള്ള ഒരു പാത്രം എൻ്റെ അടുത്തേക്ക് താണു വന്നു. അത് ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ഇഴജാതികളെയും ആകാശത്തിലെ പറവുകളെയും കണ്ടു. പത്രോസെ എഴുന്നേറ്റ് അറുത്ത് ഭക്ഷിക്കുക എന്ന് എന്നോട് പറയുന്നൊരു ശബ്ദം കേട്ടു. അപ്പോൾ ദർശനത്തിനകത്ത് ശബ്ദം കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ അകത്തെ കണ്ണും അകത്തെ കാതും ഉണർന്നു കഴിയുമ്പോൾ ആത്മലോകത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനും കാണുവാനും പല സത്യങ്ങളുണ്ടെന്നുള്ളവിടെ ഓർപ്പിക്കുന്നു. പത്രോസിൻ്റെ ധാരണ തിരിച്ച് എഴുതാൻ വേണ്ടി ദർശനത്തിൽ കൂടെ ദൈവം ഇടപെടുകയാണ്. പത്രോസിനെ കിട്ടിയ നിർദ്ദേശം അറുത്ത് തിന്നണമെന്നായി. ഈ വൃത്തികെട്ട ജീവികളെ അറുത്ത് ഭക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഏതെല്ലാം ജീവികളായിരുന്നു ആ പാത്രത്തിലുണ്ടായിരുന്നത്? സകല നാൽക്കാലികളും കാട്ടുമൃഗങ്ങളും ഇഴജാതികളും ആകാശത്തിലെ പറവുകളും അതിനകത്തുണ്ടായിരുന്നു. പഴയ നിയമകാലത്ത് അശുദ്ധ മൃഗങ്ങളെന്നും വിശുദ്ധ മൃഗങ്ങളെന്നും വിശുദ്ധ പക്ഷികളെന്നും അശുദ്ധ പക്ഷികളെന്നും പറഞ്ഞ് ഇനം തിരിച്ച് മോശയുടെ കാലത്ത് വചനമുണ്ടായിരുന്നു. അങ്ങനെ ദൈവം കൽപ്പിച്ചിരിക്കുന്ന മൃഗങ്ങളെയും പക്ഷികളെയും മാത്രമേ ബലികഴിക്കുമായിരുന്നുള്ളൂ. വൃത്തികെട്ട പക്ഷികളും മൃഗങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പഴയ നിയമത്തിൽ വേർതിരിവ് വെച്ചിരുന്നത്. എന്നാൽ ഇത് പുതിയ നിയമം വന്നപ്പോൾ ആ വേർതിരിവ് അങ്ങോട്ട് മാറിയിട്ട് എല്ലാത്തരം പക്ഷികളെയും എല്ലാത്തരം മൃഗങ്ങളെയും അറുത്ത് തിന്നോളാൻ പറഞ്ഞു. അത് പത്രോസിന് അംഗീകരിക്കാവുന്ന ഒരു തത്വമായിരുന്നില്ല. പത്രോസിൻ്റെ മനസാക്ഷി പഴയ നിയമത്തിലെ മോശയുടെ ന്യായപ്രമാണപ്രകാരമുള്ള മനസ്സായിരുന്നു. അപ്പോൾ പത്രോസ് എന്താ പറഞ്ഞു? ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയ യാതൊന്നും ഒരിക്കലും എൻ്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ശബ്ദം പിന്നെയും ആകാശത്തുനിന്ന്, ദൈവം ശുദ്ധീകരിച്ചത് നീ അശുദ്ധമെന്ന് വിചാരിക്കരുത് എന്നുത്തരം പറഞ്ഞു. ഇത് 3 പ്രാവശ്യം ഉണ്ടായി. പിന്നെ അതെല്ലാം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. അപ്പോൾ കണ്ട കാഴ്ചയും കേട്ട കേൾവിയും പത്രോസിൻ്റെ ധാരണ തിരുത്തി എഴുതുവാൻ 3 പ്രാവശ്യം ആവർത്തിച്ചു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എന്ത് സംഭവിച്ചു? അപ്പോൾ തന്നെ കൈസരിയായിൽ നിന്നും എൻ്റെ അടുക്കൽ അയച്ചിരുന്ന 3 പുരുഷന്മാർ ഞങ്ങൾ പാർത്തിരുന്ന വീടിൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ പത്രോസിന് ദർശനം കിട്ടിയതുപോലെ തന്നെ കൊർന്നല്യോസിൻ്റെ വീട്ടിലും ദർശനം കിട്ടുകയാണ്. പത്രോസ് എന്ന് പറയുന്ന ആൾ ഇന്ന വീട്ടിൽ താമസിക്കുന്നുണ്ട്, അവിടെ ചെന്ന ആളിനെ വിളിച്ചുകൊണ്ട് വന്ന് പ്രസംഗം കേൾക്കണം. ആ വിവരവുമായിട്ട് ഇത് അവരെ തപ്പിപ്പിടിച്ച് വന്നിരിക്കുകയാണ്. അങ്ങനെ പല സംഭവങ്ങൾ ഒന്നിച്ച് കോർത്തിണക്കി ചിന്തിക്കുമ്പോൾ മാത്രം കിട്ടുന്ന സന്ദേശങ്ങളുണ്ട്. അപ്പോൾ കൊർന്നല്യോസ്, അപ്പോൾ കൈസരിയായിൽ എൻ്റെ അടുക്കൽ അയച്ചിരുന്ന 3 പുരുഷന്മാർ പാർത്തിരുന്ന വീടിൻ്റെ മുമ്പിൽ വരത്തക്കോണം കൊർന്നല്യോസ് ആളുടെ പറഞ്ഞുവിട്ട സംഭവം ഇനിയും പറയുന്നത്. ഒന്നും സംശയിക്കാതെ അവരോട് പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ഈ 6 സഹോദരന്മാരും എന്നോടുകൂടെ പോന്നു. ഞങ്ങൾ ആ പുരുഷൻ്റെ വീട്ടിൽ ചെന്നു. അവൻ തൻ്റെ വീട്ടിലൊരു ദൂതൻ നിൽക്കുന്നത് കണ്ടുവെന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് ഒന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക,
നീ നിന്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കാനുള്ള വാക്കുകൾ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ എന്ന പോലെ തന്നെ അവിടെ മേലും വന്നു. അപ്പോൾ പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോയി അവരോട് ഭക്ഷണം കഴിക്കുകയും താമസിക്കുകയും കൂട്ടായ്മ യാചിക്കുകയും ചെയ്തത് യഹൂദ ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്കത് നിഷിദ്ധമായി തോന്നി. പത്രോസ് തെറ്റിപ്പോയെന്നാണ് അവർക്ക് തോന്നിയത്. പക്ഷെ പത്രോസിനുണ്ടായ ദർശനങ്ങളും കേൾവികളും അനുഭവങ്ങളും ദൈവ നടത്തിപ്പുകളും വിവരിച്ചു പറഞ്ഞപ്പോൾ ഈ യഹൂദ ക്രിസ്ത്യാനികൾക്ക് എന്തോ അനുഭവം ഉണ്ടായെന്ന് ഇനിയും പറയുന്നു. അവൻ തൻ്റെ വീട്ടിലൊരു ദൂതൻ നിൽക്കുന്നതായും കണ്ടുവെന്നും യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന പേരുള്ളതിനെ വരുത്തുക എന്നും നീ നിന്റെ കുടുംബവും മുഴുവൻ രക്ഷ പ്രാപിക്കാനുള്ള വാക്കുകൾ അവൻ നിന്നോട് സംസാരിക്കുമെന്നും ദൂതൻ പറഞ്ഞു. അങ്ങനെ അറിയിച്ചപ്പോൾ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ എന്ന പോലെ അവിടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. അപ്പോൾ പരിശുദ്ധാത്മാവ് പണ്ട് പറഞ്ഞതും പഠിപ്പിച്ച കാര്യം ഓർപ്പിച്ചിട്ടാണ് നമ്മളുടെ ബുദ്ധിയെ തെളിയിക്കുന്നതെന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ ഇടയിൽ, നമ്മുടെ വചന ശുശ്രൂഷയ്ക്കിടയിൽ, ധ്യാനത്തിനിടയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങൾക്കും. നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ, വിവാദങ്ങൾ ഒഴിവാക്കാൻ പരിശുദ്ധാത്മാവ് സന്ദർഭോചിതമായി വചനങ്ങൾ ഓർപ്പിക്കുമെന്നാണ് പറയുന്നത്. ആ അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടോ? ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് നൽകിയതുപോലെ അതേ ദാനം അവർക്കും ദൈവം നൽകിയെങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളാരാണ്? അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരുന്നവരുടെ മിണ്ടടക്കാൻ ഈ സാക്ഷ്യം ഉതകി. അങ്ങനെയെങ്കിൽ ദൈവം ജാതികൾക്കും ജീവൻ പ്രാപിപ്പാൻ മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി. വാദപ്രതിവാദം നടത്തിയവരുടെ അവർ മിണ്ടടങ്ങിയിട്ട് അവസാനം പത്രോസിൻ്റെ കൂടെ ദൈവത്തെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അഭിപ്രായത്തിൽ തീർന്നു. നമ്മുടെ നോമ്പ് കൊണ്ട് ഈ പരിപാടി നമ്മുടെ വീട്ടിൽ നടന്നു എന്നാണ് പിതാക്കന്മാർ നമ്മൾ ചോദിക്കുന്നത്. അമ്മായിമ്മയും മരുമകളും ഭാര്യയും ഭർത്താവും അപ്പനും മക്കളും അയലോക്കംകാരും നമ്മുടേതായ വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാരണങ്ങളാണ് ഉണ്ടാകാം. നമുക്ക് ശാന്തതയോടെ സാവധാനതയോടെ നമ്മുടെ അനുഭവങ്ങൾ അവരോട് വിവരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ആ സാക്ഷ്യം കൊണ്ട് മാത്രമേ അവരെ നേടാനൊക്കുള്ളൂ എന്നാണ് പറയുന്നത്. ആ കൃപ നമുക്ക് യാചിക്കാൻ ചോദിക്കാം. അമ്മായിമ്മ പോരെ, നാത്തൂൻ പോരെ, ഭർത്താവ് പോരെ, അയലോക്കം പോരെ, ഒത്തിരി പോരുകൾ ഈ അഭിപ്രായ വ്യത്യാസത്തിൽ വിഭിന്നമായ അനുഭവങ്ങളിലും ഉണ്ടാകാം. എല്ലാവരെയും യേശുക്രിസ്തുവിൽ ഒന്നാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പലരായ വിഭിന്നരായ നമ്മൾക്ക് വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തുന്നവരുടെ നിലയിലേക്ക് താണു ചെന്ന് നമ്മളെ ദൈവം വഴിനിർത്തിയ വിവരങ്ങൾ വിവരിച്ച് പറയാമെങ്കിൽ പരിശുദ്ധാത്മാവ് അവരെയും നമ്മയും പല കാര്യം ഓർപ്പിക്കുമെന്നാണ് പറയുന്നത്. പണ്ട് വായിച്ചതും പഠിച്ചതും അറിയാവുന്നതുമായ കാര്യങ്ങളെ ഓർപ്പിച്ചിട്ട് അത് പുതിയ വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും ദൈവസ്നേഹത്തിലേക്കും ആനയിച്ചിട്ട് പിളർപ്പുകൾ മാറി കൂട്ടായ്മ ആചരിച്ച് പലരെ നേടാൻ കഴിയുമെന്നുള്ളൊരു ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ നോമ്പിൻ്റെ 2-ാം വ്യാഴാഴ്ച നമ്മൾ കേട്ടത്. നമ്മുടെ വീട്ടിലും നമ്മുടെ ധ്യാന മന്ദിരത്തിലും അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാകുമ്പോൾ എല്ലാവരുടെയും അനുഭവം ഒന്നല്ല. എത്ര പ്രാവശ്യം ധ്യാനത്തിന് വന്നാലും ബാധിച്ചാൽ എല്ലാവരുടെ ഒരു അനുഭവവും നിലവാരവും ഒന്നല്ല. സർവ്വമുടക്കിയുടെ എണ്ണം ഒരുപോലെയല്ല, മിഥ്യാബോധം ഒരുപോലെയല്ല, അതുപോലെ തെറ്റിദ്ധാരണകൾ, നികൃഷ്ട ബുദ്ധി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പല ഡിഗ്രിയിലാണ്. പല കാരണങ്ങളുണ്ട്. അതൊന്നും കണ്ട് ആരും വിഷമിക്കേണ്ട. എല്ലാവരെയും യേശുവിൽ ഒന്നാക്കാൻ യേശു കഴിവുള്ളവനാണ്. സമയമെടുക്കുമെന്ന് മാത്രം. പത്രോസിൻ്റെ മനോഭാവത്തിൽ സമയമെടുത്ത് പല കാര്യങ്ങൾ ആവർത്തിച്ച് പറയേണ്ടി വന്നു. ഈ പത്രോസും പൗലോസും ഒക്കെ എത്ര പ്രാവശ്യം അവിടെ അനുഭവസാക്ഷ്യങ്ങൾ ആരോടെല്ലാം എവിടെയെല്ലാം പോയി പറയേണ്ടി വന്നു. ഒരു മടുപ്പുമില്ല. അവിടെയെല്ലാം സാക്ഷ്യങ്ങൾ കേട്ട് സംശയങ്ങൾ മാറി, അവിശ്വാസങ്ങൾ മാറി, തെറ്റിദ്ധാരണ മാറി. സഭയുടെ എണ്ണം ആയിരക്കണക്കിന് ആയി. 3000, 5000 6000 10,000 അങ്ങനെ ലക്ഷക്കണക്കിനായി ഒരുമനപ്പെടാൻ കഴിയുന്നവരിന്നുണ്ട്. നമ്മൾ ഏത് കൂട്ടത്തിലാണ്? ഇന്നും ഏതെങ്കിലും കാര്യം പറഞ്ഞ് ഭിന്നിക്കുന്നവരാണോ? അഭിപ്രായ വ്യത്യാസമുള്ളവരാണോ? വാദപ്രതിവാദം നടത്തുന്നവരാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. നമുക്ക് വ്യത്യാസ നൽകുവാൻ ഇന്നത്തെ വചനങ്ങൾ ഉതകട്ടെ. അങ്ങനെ ഈ 21-ാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ കല്യാണത്തിന് പോകേണ്ടവരായ നമ്മൾ
കല്യാണത്തിൽ കർത്താവിൻ്റെ മണവാട്ടിയായി തീരേണ്ടവർ, തലയോട് ചെയ്യേണ്ട ഉടലാകേണ്ടവർ പല കാരണത്താൽ വിഭിന്നമായ നിലകളിലാണെങ്കിൽ ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ അനുഭവങ്ങൾ നമുക്ക് പ്രത്യാശ നൽകട്ടെ. നമ്മുടെ തിരളെ ഉണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ 21-ാം നൂറ്റാണ്ടിലെത്തിയിരിക്കുന്നു. 21 നൂറ്റാണ്ടുകളായതോടുകൂടെ പല സഭകളും പല പ്രസ്ഥാനങ്ങളും പല പരിപാടികളുമായി പല ഗ്രൂപ്പുകളായി വാദപ്രതിവാദങ്ങൾ നടത്തി ഭിന്നിച്ചിരിക്കുന്നു. ഇവരെല്ലാവരെയും ഒരിടയിൽ ഒരു ഒഴിച്ചുമാക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം അന്വർത്ഥമാക്കുവാൻ വേണ്ടി ക്ഷമയോടെ അനുഭവങ്ങൾ സാവകാശത്തിൽ പങ്കിട്ടാൽ മറ്റുള്ളവരെയും നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള പാഠം ഞങ്ങളെ പഠിപ്പിച്ചാണ് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദീർഘക്ഷമയുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദയയുടെയും എല്ലാം ആ അനുഭവങ്ങൾ വിളയിച്ച് അകന്നുപോയവരെ നേടുവാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ ആത്മഫലമുള്ളവരും ആത്മകൃപകളും കൃപാവരങ്ങളും ഉള്ളവരായി ക്ഷമയോടെ ദീർഘക്ഷമയോടെ വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും ജീവിച്ച് ജന്മസാവലയോടെയോ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയിലേക്കുവാനായിട്ട് വരുന്നു.